മൂസ് വയനാടൻ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു ചക്ക വെച്ചിട്ടൊരു അടയാണ് കേട്ടോ. അപ്പം ഞാൻ അരി പൊടിച്ചെടുത്തിക്ക മിക്സിയിൽ. അരി നന്നായി പൊടിച്ചെടുത്ത് അപ്പം വരിക്കച്ചക്കയാണ് കേട്ടോ. വരിക്കച്ചക്ക ആയതുകൊണ്ട് ഞാൻ അരിയും പൊടിച്ചെടുത്ത്. അപ്പോൾ ഈ വരിക്കച്ചക്ക നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കണ്ട. കേട്ടോ അരി ഞാൻ ചക്ക അതിലേക്ക് ഒഴിക്കണം കേട്ടോ. നല്ല അരച്ച പഴുത്ത ചക്കയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഏലക്കായും പിന്നെ ചെറിയ ജീരകമൊക്കെ കൂട്ടി അരച്ചതാട്ടോ. ഇതിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് തേങ്ങ ഇട്ട് ഞാൻ ഇനി വെല്ലപ്പാവും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ അതിലേക്ക്. വെല്ലപ്പാവും ഉണ്ടാക്കി വെച്ചിട്ട് നന്നായി ഇളക്കട്ടെ. നമ്മൾ കുഴച്ചപ്പം റെഡിയായിട്ട് ഇനി അതിൻ്റെ ഇലയിൽ ചുട്ടെടുക്കാം. പ്ലാവ് ഇലയിൽ ചുടാം. നമ്മൾ റെഡിയായി. പ്ലാവിൻ്റെ ഇല പറിച്ചുകൊണ്ട് വന്ന കേട്ടോ. ഞാൻ വലിയ പ്ലാവിലയാണ് കേട്ടോ. ഇത് ആദ്യം നമ്മളിങ്ങനെ ഇത് കൂട്ടാനും പണി. അങ്ങനെ കൂട്ടിയിട്ട് പിന്നെ ഇത് ഈർക്കളി കുത്തി കൊടുക്കട്ടെ. അപ്പം നമ്മളെ മാവ് റെഡി ആയിട്ടോ. കോരി വെച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പം നമ്മളെല്ലാം ഇലയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ആവും എന്നറിയില്ല. ഞാൻ ഇല അടക്കാൻ പോവുക. ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ. ആവി അതിലേക്ക് വരിക. അപ്പോൾ അതാട്ടോ വിട്ട് കാട്ടിത്തരികയാണേ. ശരിയായെല്ലാം വെന്ത്. അപ്പം നമ്മളിതിനി തീ ഓഫ് ചെയ്യുക കേട്ടോ.